ഹലോ ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിലൊരു വിശേഷമാണ് കേട്ടോ. ഞാൻ പാലക്കാടാണ് ഞങ്ങളെങ്കിലും ഞാൻ കുറച്ച് മോഡേണായിട്ട് ജീവിക്കണം എന്ന് ചിന്തിച്ച് നടന്ന ഒരാളാണ് കേട്ടോ. എനിക്കതായിരുന്നു ഇഷ്ടം. പക്ഷെ ഞാൻ കല്യാണം കഴിഞ്ഞത് ഒരു തനി നാടനാളെയും നാട്ടും പുറത്തേക്കായിരുന്നു കല്യാണം കഴിച്ച് വന്നത്. അതുകൊണ്ട് എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ കേട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിലെ വിശേഷം എന്താണെന്നറിയാം. നമ്മുടെ തറവാട്ടിൽ നമുക്ക് അമ്പലമുണ്ട് കേട്ടോ. അമ്പലം മീൻസ് നമ്മുടെ തറവാട്ട് ദൈവങ്ങളുണ്ട്, അതുപോലെ തന്നെ സർപ്പങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ വർഷത്തിലൊരിക്കൽ ഈ സർപ്പക്കളം തുള്ളലൊക്കെ ഉണ്ടല്ലോ, അതും അതുപോലെ തന്നെ തറവാട്ട് അമ്പലത്തിൽ കലശം പൂജ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ തറവാട്ട് അമ്പലത്തിലെ കലശമാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് വലിയച്ഛൻ, ചെറിയച്ഛൻ, വലിയമ്മ, ചെറിയമ്മമാർ, അതുപോലെ മക്കൾ, മരുമക്കൾ, അങ്ങനെ എല്ലാവരും ഇന്നത്തെ ദിവസം കൂടാറുണ്ട് കേട്ടോ. ഇനി കൂടുന്നത് തുള്ളലിനായിരിക്കും, നാഗക്കളം തുള്ളലിനായിരിക്കും. ഞാനിപ്പോൾ ഇങ്ങനെയുള്ള ഒരു വീഡിയോസും ഇടാറില്ലായിരുന്നു, ഒക്കെ ഷോർട്സും എൻ്റെ വർക്കിൻ്റെ കാര്യങ്ങൾ മാത്രമേ ഇടണോട്ട് എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുക എന്താണ് ഇപ്പോൾ ലോങ് വീഡിയോ ഒന്നും ഇടാത്തതെന്ന് ചോദിക്കാൻ തുടങ്ങിയിട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഈയിടെയായിട്ട് ഒരു പുതിയൊരു ഫോണും കൂടെ വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ അതും വലിയൊരു സന്തോഷമുണ്ട്. അപ്പോൾ ഞാൻ അതിലെടുക്കുന്ന അതിൽ അപ്ലോഡ് ചെയ്യുന്ന ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം തന്നെ ആയിക്കോട്ടെ എന്ന് ഞാൻ അങ്ങനെ വിചാരിച്ചു. അപ്പോൾ ഞങ്ങളിതാ ഇങ്ങനെ അടുക്കളയിലുള്ള കുറച്ച് ജോലിയൊക്കെ നോക്കുകയെന്നതുപോലെ ആണുങ്ങൾ കോഴി നേരാക്കലും കുറച്ച് പേര് പൂജയുടെ കളം വരയ്ക്കലും അങ്ങനെയുള്ള കാര്യങ്ങളിലും അങ്ങനെ എല്ലാവരും തിരക്കിലായിരുന്നു കേട്ടോ. അപ്പോൾ കന്നഡൻ എൻ്റെ കോഴികളിനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ വെച്ച് കളിക്കുവാണ്. അത് പിന്നെ എൻ്റെ അടുത്ത് നിന്ന് മാറുന്നുണ്ടായിരുന്നില്ല. എന്തോ ഒരു കഷ്ടകാലത്തിന് വൈകുന്നേരം ഒന്ന് ഇടിയോട് കൂടിയിട്ട് ഒരു ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ വരച്ച കളമൊക്കെ അത് ഞങ്ങൾ മാങ്ങി പോവുകയൊക്കെ ഉണ്ടായി. അപ്പോൾ ആ ഒരു ഇടിയോട് കൂടിയിട്ട് അത് ഫുള്ളായിട്ട് കരച്ചിൽ തുടങ്ങി. ചെറിയ ആൾക്ക് ഒരു ചെറിയ പനിയൊക്കെ ഉണ്ട് അവർക്ക്. അപ്പോൾ അതിൻ്റെ ഒരു ഇതിന് അച്ചങ്ങളൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ കളം വരയ്ക്കുന്നതാണ്, നമ്മളല്ല ചെറിയ വെളിച്ചന്മാർ കളമൊക്കെ തയ്യാറാക്കുവാണ്. ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ പൂജയ്ക്ക്. അപ്പോൾ ഞാൻ ഇത് കുറച്ചായിട്ട് വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് വീഡിയോ കാണാം. നമ്മുടെ ഒരാൾ മാത്രം കുറവുണ്ടായിരുന്നു. അപ്പോൾ ഗൾഫിൽ വീഡിയോ കോളൊക്കെ ചെയ്തു കേട്ടോ. വീഡിയോ കോൾ കട്ടാക്കുമ്പോഴത്തേനും ആൾ കരകളിൻ്റെ വക്കത്തൊക്കെ എത്തി. കാരണം എനിക്ക് വർഷത്തിലൊരിക്കൽ നടക്കുന്ന ചടങ്ങുകളാണ്. ഒരു 2-3 വർഷമായിട്ട് അതിനൊന്നും ഇതൊന്നും കൂടാൻ പറ്റില്ല. ആൾ ഗൾഫിലായി പിന്നെ വന്ന സമയത്ത് ഇതൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ആളിപ്പോൾ പോയിട്ട് ആൾ പൂജ, നാഗങ്ങൾ തുള്ളൽ, അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ വേല പൂര അതൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് മിസ്സായിട്ടോ. അപ്പോൾ അതിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞിട്ടാണ് കട്ടായി. ഞങ്ങളും അതിനൊക്കെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാണ്ട് ഉണ്ണിയപ്പം, അതുപോലെ ഉഴുന്നുവട, ദോശ, ഇഡലി, ചിക്കൻ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ ഉള്ളൊരു ഒത്തുകൂടൽ അതും ആണ് ഇതിൻ്റെ ഒരു പ്രധാനം. അപ്പോൾ ഞങ്ങൾ രവിയായിട്ട് ചിക്കൻ വയ്ക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. ചെറിയമ്മ ഇതെൻ്റെ മൂത്തയായിട്ട് നേരത്തെ ടാറ്റ ദുബൈ പറഞ്ഞിട്ട് പോകുക. മോളുടെ ഡാൻസ് ഉണ്ട്, അപ്പോൾ അത് നേരത്തെ ബുക്കായതുകൊണ്ട് അതിൽ പോകണം. വലിയമ്മ ഉണ്ണിയപ്പം ചുടുന്നുണ്ട്, അപ്പുറത്ത് ദോശ ചുടുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഓരോരോ തരത്തിലാണ്.